യുഎസിനെതിരെ ഭീഷണി മുഴക്കി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. യുഎസ് യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് അദ്ദേഹം ഇത്തരമൊരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇരു രാജ്യങ്ങളും തമ്മിൽ ഭീഷണികളും വാക്പോരുകളും രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ ഇറാനെ പ്രകോപിപ്പിക്കാനായി തന്നെ യുഎസ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ആയതിനാൽ തന്നെയാണ് ഇപ്പോൾ യുഎസിന്റെ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പസഫിക് സമുദ്രത്തിലേക്കുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഒരാക്രമണം ഉണ്ടായാൽ മുഴുവൻ കരുത്തുമെടുത്തുകൊണ്ട് അവിടെ തിരിച്ചടിക്കാൻ തങ്ങളുടെ സൈന്യം മടിക്കില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. യുഎസിന്റെ 3 യുദ്ധക്കപ്പലുകളാണ് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത്. ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ, അതായത് വരുന്ന ചൊവ്വാഴ്ച തന്നെ അത് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പ്രവേശിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിന്റെ പേരിൽ ഇറാനെ ആക്രമിക്കുമെന്ന് തുടർച്ചയായി തന്നെ ഭീഷണി ഉയർത്തിയ ട്രംപ് ആകട്ടെ ഖൊമേനിയുടെ ഭരണം അവസാനിപ്പിക്കുവാനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഉയർന്ന വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി, ഭരണകൂടത്തോടുള്ള എതിർപ്പ് എന്നിവ അത് തുടർന്ന് ഇറാനിൽ വ്യാപകമായി തന്നെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം വന്നിരിക്കുന്നത്. യുഎസ് ആസ്ഥാനമായ വാർത്താ നെറ്റ്വർക്കായ ന്യൂസ് നാഷണലാണ് ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രംപിന്റെ ഇത്തരം ഒരു നീക്കത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുദ്ധക്കപ്പലുകളുടെ സ്ട്രൈക്ക് ഗ്രൂപ്പ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ് എന്നതാണ് റിപ്പോർട്ട്. യുഎസ് അതുപോലെ തന്നെ എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാന വാഹിനി കപ്പലാണ് നേതൃത്വം നൽകുന്നത് എന്നതാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നതും. അതേസമയം യുഎസ് സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ പദ്ധതി ഇടുന്നതായും തന്നെ നേരത്തെ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരോപണം ഉന്നയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കുന്നതിനുള്ള യുഎസിന്റെ ശ്രമത്തിനെയാണ് ഇത് കണക്കാക്കുന്നതെന്നതാണ് ഇറാന്റെ മറുപടിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പേർഷ്യൻ ഭാഷയിൽ പങ്കിട്ട എക്സ് പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമാകുന്നതും. യുഎസ് വ്യോമതാവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വിവരം ലഭിച്ചു എന്നതായിരുന്നു പോസ്റ്റ്. യുഎസിനെതിരായ ഏതൊരു ആക്രമണവും ശക്തമായ തിരിച്ചടി നേരിടുമെന്നും അതിനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നതാണ് ഈ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ തന്നെ വധിച്ചാൽ ഇറാനെ ആക്രമിക്കും, മാത്രമല്ല അതേസമയം തന്നെ വധിച്ചാൽ ഇറാനെ അമേരിക്ക ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ താൻ നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനിയെ അവിടെ ലക്ഷ്യമിടാൻ അവിടെ പൂർണ്ണ യുദ്ധമായിരിക്കും ഫലമെന്ന് വ്യക്തമാക്കുകയാണ്, അല്ലെങ്കിൽ ഇറാന് വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.